നമ്മളിപ്പം ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യസമയത്ത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നോട്ടീസ് അയക്കാനും നമ്മളുടെ സ്ഥാപനങ്ങളിൽ വിസിറ്റ് ചെയ്ത് സർവേ നടത്താനും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പട്ടികയിൽ കയറി ഒരു സെർച്ച് നടത്താനും ഇൻകം ടാക്സ് ഓഫീസർക്ക് അധികാരം ഉണ്ട്. സോ നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയലിൽ നിന്ന് തെറ്റുകളുണ്ട് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ 142 എന്ന് പറഞ്ഞ സെക്ഷനിൽ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പ്രൊസീജിയേഴ്സ് 3-4 തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാം, നമുക്ക് അതിന് പുറത്ത് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുന്ന എല്ലാം ഇൻകം ടാക്സിൻ്റെ പോർട്ടലിലാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് റെക്ടിഫിക്കേഷൻ എന്നൊരു പ്രൊസീജിയറാണ് സെക്ഷൻ 154. അത് നമുക്ക് ചെയ്തതിൻ്റെ നമ്മൾ ഇന്ന് റെക്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മളെന്ന് പറയുക. പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നത് ഒന്ന് അപ്പീലാണ്. കമ്മീഷൻ അപ്പീൽസിന് നമുക്കൊരു അപ്പീൽ പോവാം. നമുക്ക് ചെയ്തിട്ട് 60 ദിവസത്തിനുള്ളിൽ നമുക്ക് നോട്ടീസ് വന്ന് 60 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീലിന് പോവാം. അത് കഴിഞ്ഞാൽ ആ അപ്പീലിൽ നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പീൽ എന്ന് പറഞ്ഞാൽ ഒരു കോടതി പോലെയാണ്, ഫേസ്ലെസ് ആണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം നമ്മൾ പോയിട്ടല്ല, നമ്മളെല്ലാം ഓൺലൈനായിട്ട് ഫയൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിന് സർക്കാരിൻ്റെ പ്രിസ്ക്രൈബ് ഫീസ് ഉണ്ട്, ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഫീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. റിട്ടേൺസ് അല്ല, ഇങ്ങനെ നോട്ടീസ് വന്നതിന് റെക്ടിഫിക്കേഷൻ അപ്പീൽ, ജോയിന്റ് കമ്മീഷൻ അപ്പീൽസിന് നമ്മൾ തോറ്റ് നമുക്ക് ഫേവർ അല്ലെങ്കിൽ നമ്മൾ ട്രിബ്യൂണലിൽ അപ്പീലിന് പോകാം. ട്രിബ്യൂണൽ ശരിക്കും പെർട്ടിക്കുലർ കോടതി പോലെ തന്നെയാണ്. കേരളത്തിൽ അത് എറണാകുളത്ത് മാത്രമേ ട്രിബ്യൂണലുള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ ട്രിബ്യൂണലിൽ നമ്മൾ കോടതി പോലെ അതിന് ജഡ്ജിമാർ പോലത്തെ ആൾക്കാരുണ്ടാവും. അപ്പിയർ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സോ അഡ്വക്കേറ്റ്സോ ടാക്സ് പ്രാക്ടീസിന് അഡ്വക്കേറ്റ്സോ ചെയ്യും. അപ്പോൾ അവരാണ് നമുക്കത് ചെയ്തു തരുന്നത് ട്രിബ്യൂണലിലും നമുക്ക് വിഷമം വരികയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാം. അതിന് മുകളിലും നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ നമുക്ക് റിട്ട് ഫയൽ ചെയ്ത് പോകാം.